അഷ്റഫ്, വെൽക്കം വെൽക്കം. കുരിപ്പ് ബ്രദേഴ്സിൽ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ പതാണല്ലേ. ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ സഹോദരങ്ങളുണ്ട് എന്ന് പറയുന്നത് വെറും കപടമാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ് എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പം എനിക്ക് ഒരുപാട് സഹോദരങ്ങളുണ്ട്. ദേ ഉണ്ടല്ലോ, ദേ ഇന്ന് പറയുന്ന കുരിപ്പൻ എൻ്റെ ഏറ്റവും വലിയൊരു സഹോദരനാണ്. സോ എനിക്ക് ഒരുപാട് സഹോദരന്മാരുണ്ട്. ആൻഡ് യുവർ സ്മൈൽ സൂപ്പർബ് എന്ന് പറയുന്ന കളേഴ്സ്. താങ്ക് യു സോ മച്ച് കളേഴ്സ്. മുത്തേച്ചി എന്തോ ക്ലോറോഫോം. ഒരുപാട് സന്തോഷമാണ്. ദീപാസ് ഡെലി, ഹായ് ഹായ് ദീപ. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചാനലിൽ. കൊള്ളാം കൊള്ളാം, നല്ല ചാനലാണ്, അടിപൊളിയായിട്ട് പോകട്ടെ. എന്തായാലും എൻ്റെ കമൻസ് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം വന്നതിൽ കേട്ടോ. ഇന്നും നമ്മുടെ ഇൻഫ മിസ്സിങ് ആണ്. ഇൻഫ ഇന്നും എനിക്ക് തോന്നുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഈ സമയം ഇതുകൊണ്ട് ഇൻഫയ്ക്ക് എപ്പോഴും ഉറങ്ങുന്ന ടൈമാണിത്. ഹായ് ചേച്ചി ഗിരീഷേ, ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഉങ്ങൾക്ക് ഫെസ്റ്റിവൽ തെരിയുമാ? ശ്രീലങ്ക ഇന്നർക്ക് വരുവെങ്കളാ പോലാം. സോറി എസ്റ്റീൻ. ആരാന്ന് ചോദിച്ചത്? നമ്മുടെ ഇസ്മയിൽ ആണ് ചോദിച്ചത്. ഭക്ഷണം കഴിച്ചുടാ. കഴിച്ചു. ദീപ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവാണോ? സുഖമല്ലേ? പിന്നെ അവിടെ എല്ലാവർക്കും വീട്ടിലെല്ലാവരുടെ അന്വേഷണമൊക്കെ പറ കേട്ടോ. വന്നതിൽ ഒരുപാട് സന്തോഷം. ഫുഡ് കഴിച്ചോ? കളേഴ്സ് കഴിച്ചു എന്ന് ഉമ്മർ പറയുന്നുണ്ട്. താങ്ക് യു ഉമ്മറെ. അഷ്റഫ്, ഹായ് അഷ്റഫെ. യു കെ എന്നാണോ ഉദ്ദേശിച്ചത്? യു കെയിൽ നിന്നാണോ അഷ്റഫ്? വെൽക്കം. ബിരിയാണിയാണ് കഴിച്ചത്. എൻ്റെ ദൈവം, ഉമ്മർക്ക ഇന്ന് ബിരിയാണിയാണോ? എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ? അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആയിട്ടാണോ അല്ലെങ്കിൽ ചുമ്മാ ആക്കിയതാണോ? റോയ്സ് കേസി ഹായ് പറയുന്നുണ്ട്. ഹസൻ കുട്ടി ഹായ് പറയുന്നുണ്ട്. നിങ്ങൾ 3 സിസ്റ്റേഴ്സ് മാത്രം. അപ്പോൾ ഞാൻ ആരാ? തൊമ്മച്ചൻ. അതാണ് ഇപ്പോൾ തൊമ്മച്ചനും കൂടി നമ്മുടെ ഇസ്മുവും കൂടി ചോദിച്ചത്. നിങ്ങളുണ്ട് എൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ എനിക്കുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ ഞങ്ങൾ 3 പെൺകുട്ടികൾ മാത്രമായിരുന്നു, ഡാഡിക്കും മമ്മിക്കും എന്നാണ് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഞാൻ തിരുത്തിയിരിക്കുന്നു. കമൽ ബ്യൂട്ടി, താങ്ക് യു കളേഴ്സ്. ഹസൻ കുട്ടി ഹായ്. റോയ്സ് ഹായ്. കേരൾ ഹായ് മെഫ്സെ. ഡേസി വെൽക്കം. റോയ്സ് ഹായ്. ഗുഡ് നൈറ്റ് റോയ്സ്. ടേക്ക് കെയർ. കമൻറ്റ് കണ്ടിരുന്നു ആണോ? ഒരുപാട് സന്തോഷം കേട്ടോ. അതേ, ഇൻഫ ഉറങ്ങിക്കാണും. ഇൻഫ എപ്പോഴും ടയേർഡല്ലേ ഈ ഷോപ്പിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴത്തേനും. സോ അതാൾ ആ സമയത്ത് കിടക്കും. ഞാൻ ഒരാഴ്ചത്തേക്ക് ലൈക്ക് അടിക്കില്ല. ആരോട് ലൈക്ക് അടിക്കാതിരിക്കാൻ പാകുന്നതും പാര പണിയാം പോരെ. അതിനുള്ള ശിക്ഷയായിട്ടാണോ? ഓക്കെ, ആയിക്കോട്ടെ, ഇനി അങ്ങനെ ഇരിക്കട്ടെ എന്നാൽ. അല്ല, ചുമ്മാ എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇന്ന് ബിരിയാണിക്ക് അടിച്ചിട്ടാണ് ഇരിക്കണേ അല്ലേ? ബിരിയാണി അടിച്ച വേഗം ഉറക്കം വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയായിട്ടോ. ഹായ്, ഗുഡ് നൈറ്റ് റോയ്സേ. ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് എവിടേക്ക് പോണേ? കുറച്ച് സമയം കഴിഞ്ഞ് പോകാം. സെയിൻറ്റ് ആൻ്റണി ഫെസ്റ്റിവൽ വരും ഫെബ്രുവരിയിൽ. അത് ഒരു ഐലൻഡ് ഇർക്ക് നിയർ ബൈ ശ്രീലങ്ക. യാസ്റ്റിൻ. ഓക്കെ. സുന്ദരിയാണ്, ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഉമ്മർക്ക. താങ്ക് യു ഉമ്മർക്ക. ഈ ഉണ്ടക്കണ്ണി സോറി പറയണം. സോറി. ഞാൻ പറഞ്ഞതൊക്കെ സോറി സ്മൂ പോരെ. എഫ് ബിയിലുണ്ടെങ്കിൽ കാര്യാട്ടുകര ഒന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുമെന്ന് പറയുന്നുണ്ട്. എഫ് ബിയിലുണ്ടെങ്കിൽ AMH. ഞാൻ എഫ് ബി ഇല്ല ശ്രീജിത്തെ. എഫ് ബി ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല. അത് കാലങ്ങൾ കുറേ ആയി. പണ്ടൊക്കെ എഫ് ബി ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ എപ്പോഴോ കളഞ്ഞതാണ്. എഫ് ബിയിൽ ഞാനില്ല. നിഫാൽ ഹായ് പറയുന്നുണ്ട്. ഹായ് നിഫാൽ, ലൈവിലേക്ക് സ്വാഗതം. രമേശ് ഹായ് ആൻറ്റി. റാം ഫ്രം ഹൈദരാബാദ്. ഹായ് റാം. തിരുത്തിയില്ലെങ്കിൽ ഇപ്പോൾ കാണായിരുന്നു. എന്നെ കൊല്ലോ. സ്കൂൾ FB അക്കൗണ്ട്. മനസ്സിലായി. ആ പേര് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. AMH എന്നാണ് അല്ലേ സ്കൂളിൻ്റെ പേര്? AMH കാര്യാട്ടുകര. ഞാൻ FB യൂസ് ചെയ്യാറില്ല, കുറേ കാലങ്ങളായി. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് വളരെ കുറവാണ്, ആൾക്കാരൊക്കെ വളരെ കുറവാണ്. സോ നമുക്കിന്ന് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം. ആരൊക്കെയാണുള്ളത്? പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തൊമ്മച്ച പിന്നെ ഇന്ന് പോയെന്തിനാ? എന്തായിരുന്നു പരിപാടി? ഇന്ന് എവിടെയാണ് പോയത്? ഞാൻ ഇന്ന് ചോദിച്ചപ്പോഴത്തേനും എവിടെയാണ്? തൊടുപുഴയാ അങ്ങനെ എന്തോന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. തൊടുപുഴയിലാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞേ. രമേശേ, സേ ഹായ് ടു ഗേൾ ഫ്രണ്ട്. ഓഫ് കോഴ്സ്. രമേഷ് ഗേൾ ഫ്രണ്ട്. ഹെർ നെയിം തോമാച്ചായൻ ഹായ് പറയുന്നുണ്ട്. ഹായ് തോമാച്ചായ. ഇത് എവിടെയായിരുന്നു തോമാച്ചായ? മറന്നുപോയോ നമ്മളൊക്കെ? കുറേ നാളായി കണ്ടിത്. ഇത് വേറൊരു തോമാച്ചായനാണ് കേട്ടോ. വാട്സപ്പ് ഹായ് പറയുന്നുണ്ട്. ഹായ് വാട്സപ്പ്. ലൈവിലേക്ക് സ്വാഗതം. സബിത ഹായ്. സബിത ഹായ്. രമേശ് ഓക്കേനാ? വാട്സപ്പ് എന്തുണ്ട് വിശേഷം? തോമച്ചായൻ കുറേ നാളായി കണ്ടിട്ടോ. തൊടുപുഴ വർക്കുണ്ടായിരുന്നു, അങ്ങനെ പോയതാണല്ലേ? ഓക്കെ. ഞങ്ങൾ മഴുവിൻ്റെ ലൈവിൽ വെച്ച് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു, ഇന്ന് ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയേക്കാണ് എന്നൊക്കെ.
സരോജ് കുമാർ ഹായ് പറയുന്നുണ്ട്. ഹായ് സരോജ് കുമാർ, ലൈവിലേക്ക് സ്വാഗതം. ഓക്കെ മാഡം, താങ്ക് യു. രമേഷ് താങ്ക് യു സോ മച്ച്. കൃഷ്ണമൂർത്തി ഹായ് ഗുഡ് നൈറ്റ് പറയുന്നു. ആഹാ, വന്ന വഴി ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോവാണോ? അത് കൊള്ളാം. അങ്ങനെയാണോ ഒരു ലൈവിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് വിശേഷമൊക്കെ പറയണ്ടേ? വന്ന വഴി അങ്ങോട്ട് പോവാ? അതൊക്കെ മോശം കേട്ടോ. സുലൈമാൻ ഹായ് പറയുന്നുണ്ട്. ഹായ് സുലൈമാൻ, ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. AMHA അസോസിയേഷൻ ഫോർ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് അഡൾട്ട്. ഓ, അതാണല്ലേ അതിൻ്റെ ഫുൾ ഫോം. അസോസിയേഷൻസ് ഫോർ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് അഡൾട്ട്സ്. ഓക്കെ. ആമിസേ ഹായ്, ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ? ഫുഡ് കഴിച്ചോ? സുഖാണോ എന്ന് ഞാൻ ചോദിക്കണില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് കണ്ടു, സംസാരിച്ചു, പിന്നെ അതെല്ലാം നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം. ഫുഡ് കഴിച്ചോ? അത് അച്ചായൻ, ഇത് വേ ഇത് റേ, പിന്നെ അല്ലാണ്ട്. തോമാച്ചായോ പോയോ? തോമാച്ചാ വന്ന വഴി ഓടിപ്പോയോ മിണ്ടാതെ? മെഫ്സേന്ന് വിളിക്കുന്ന ആമീസ്. എന്തോ ആമീ, എന്താണ് ഫുഡ് ഇന്ന്? എന്താണ് ഇന്ന് സ്പെഷ്യലൊക്കെ? സ്പെഷ്യലുണ്ടോ ഇന്ന്? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും മറന്നുപോയാ? ഒരു ദിവസം ലൈവില്ലാണ്ടായപ്പോഴത്തേനും 2 ദിവസമായി ചേച്ചിനെ കണ്ടിട്ട്. സുലൈമാനെ, ഞാൻ ഇന്നലെ ഒരു ദിവസം മാത്രമേ ലൈവിൽ വരാതിരുന്നുള്ളൂ. അതിന് മുന്നത്തെ ദിവസം വന്നു. മാവില ഹലോ, ലൈവിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം മാവില? സുഖമായിട്ടിരിക്കുന്നോ? സുലൈമാനെ, ഞാൻ ഇന്നലെ എൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഞങ്ങൾ നാട്ടിൽ പോയി. അങ്ങനെ ഇന്നലെ ഒരു ദിവസം മാത്രം ലൈവ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരെയും വല്ലാണ്ട് മിസ് ചെയ്തു. എല്ലാവരെയും കണ്ട് കുറേ നേരം സംസാരിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്ന ആ ഒരു ലൈവ് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സംഭവം ഉണ്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്തു. ശിവദാസേ ഹായ്. ഞാൻ ഇന്നലെ ചാലക്കുടിയിലുണ്ടായിരുന്നു ശിവദാസേ. ഡെയ്സി കഴിച്ചു മെഫ്സേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു ഡെയ്സി. മാവില സുഖാണോ? ഈ കോടാലിയുടെ ലൈവിൽ വരൂ, നമുക്ക് ഈ കുരുപ്പിനെ കുറ്റം പറയാം. വരൂ ഇതിലേ. ഇസ്മുല്ല ശരിക്കും പറഞ്ഞാൽ ചാനൽ തുടങ്ങിയോ? ചേച്ചി എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ ആളവിടെ പോയി. ശിവദാസേ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചു. ആഹാ, കണ്ടല്ലേ? ഓക്കെ. അമ്മ ഓക്കെ ആണോ? അമ്മ ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലൂടെ പോണ്, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, അങ്ങനെയൊക്കെ പോണ്. പിന്നെ ഡാഡിക്കാണെങ്കിലും ഉണ്ട് ഓരോരോ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയി രണ്ടുപേരൊക്കെ കുറച്ച് ദിവസമായി കണ്ടിട്ട് അങ്ങനെ പോയി കണ്ടു. ശിവദാസ എന്തിൻ്റെ വിശേഷമൊക്കെ? സുഖമാണോ? ഇന്ന് പുറത്ത് പോയി കഴിച്ചു മന്തി. ആഹാ, ആമീസ ഇന്നപ്പോൾ പുറത്തുനിന്നാണ്, അടിപൊളി. ഹായ് ചേച്ചി, സുഖമാണോ? ഭക്ഷണം കഴിച്ചു. ഇതാരിത്? സരിയു ലൈവിലേക്ക് സ്വാഗതം. ഉറങ്ങിയോ? ഞാൻ വിചാരിച്ചു ഉറങ്ങിയിട്ടുണ്ടാവുന്നു, കാണണ്ടായിപ്പോൾ. ഇത് നല്ലൊരു പ്രയാണമാണ് ചേച്ചി, പിന്നല്ലാണ്ട് ഇത് നല്ലൊരു ഇതാണ് അല്ലേ? ഹായ് ശിവേട്ട, സുഖമാണോ? ദേ ശിവേട്ടൻ്റെ ആളെത്തിപ്പോയി. സരിയു. ശിവദാസ് ഹായ് പറയുന്ന ആമീസ്. കൺവേ മൈ റിഗാർഡ്സ്. താങ്ക് യു അനിൽക്ക് പറയാം കേട്ടോ, തീർച്ചയായിട്ടും പറയാം. ഹായ് ആമി, ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നു നമ്മുടെ സരിതമോള്. സരിയു എപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? സരിയു ഉണ്ട്, സരിയു എപ്പോഴും ഉണ്ട്. പിന്നെ എന്താണ് വിശേഷങ്ങൾ? ഒരു ദിവസം പാക്കാമൽ ഇരുന്നാൽ അത് 2 ദിവസം പാക്കാമൽ ഇരുന്ന മാതിരി. 2 വർഷം അപ്പടി സൊല്ലുങ്കോ അണ്ണാ. ചേച്ചി, ഞാൻ കാണാൻ ആഗ്രഹിച്ചു വന്ന് കവടി മാറ്റി വെച്ചിരുന്നു ഇന്നലെ, അത് വീണ്ടും ഉണ്ടായിരുന്നു. ഓ ആണോ? ആ അത് പിന്നെ ഇനി എന്നത്തേക്കായിരിക്കും? എന്നത്തേക്കാണ് ഡേറ്റ്? പിന്നെ വേറെ വെച്ചിട്ട് വേറെ ദിവസം അങ്ങനെയാണോ? അതെന്താ അങ്ങനെ മാറ്റി വയ്ക്കണൊക്കെ? എന്താ വയ്യാത്തോണ്ടോ അങ്ങനെ എന്തെങ്കിലും? നിങ്ങൾക്ക് തന്നെ അങ്ങനെ മാറ്റാൻ പറ്റും? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കണേ. സരിത എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്ന ആമീസ്. ഇസ്മു എന്ന് പറഞ്ഞ് വിളിക്കുന്ന നമ്മുടെ സരയു. ഹായ് സരിത, മിസ് യു ടോന്ന് ശിവദാസ് പറയുന്നുണ്ട്. ഹായ് അലിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന നമ്മുടെ സരു. ഹായ് ആമീസ്, നമസ്കാരം പറയുന്നുണ്ട് ശിവദാസ്. ഇസ്മയിൽ ഹായ് പറയുന്ന ആമീസ്. സുഭാഷ് ഹായ്. ഹലോ മോളു, ജയയാണ്. ജയച്ചി ഹായ്, ലൈവിലേക്ക് സ്വാഗതം. സുരയ്യ ഹായ് സുരയ്യ. താങ്ക് യു. സുഖാണോ സുരയ്യ? ഫുഡ് കഴിച്ചോ? സൊല്ല മാട്ടേനെ ആ പാട്ടും കൂടി അങ്ങ് പാട്. ഹോഡോ ഹായ് പറയുന്ന ആമീസ്. അതേ തൊമ്മച്ച, നമ്മുടെ ആമീസ് ഹായ് പറയുന്നുണ്ട്. മഴ കാരണം മാറ്റി വെച്ചു, പിന്നെ ഇന്നലെ വീണ്ടും ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നാ? ഓക്കെ. അപ്പോൾ കാണാൻ പറ്റിയില്ലേ? സന്തോഷമായോ? എന്നിട്ട് അത് ഒരുപാട് ആഗ്രഹിച്ചൊക്കെ വന്ന ആളല്ലേ, എന്നിട്ട് കണ്ടപ്പോൾ സന്തോഷമായില്ലേ? ഇതാരത്? ലൈവ് തുടങ്ങി 2 മണിക്കൂറിന് ശേഷമാണോ മഴു വരണേ? ഇങ്ങനെയാണോ മഴു ഒരു ഉത്തരവാദിത്തമുള്ള ഒരാൾ ലൈവിൽ വരുന്നത്? 36 പോയില്ലോ, 38 പോയില്ലോ. ദേ തൊമ്മാച്ചൻ ആമീസിനോട് ഹായ് പറയുന്നുണ്ട്. സുഖം കഴിച്ചു എന്ന് പറയുന്നു സുരയ്യ. ഒരുപാട് സന്തോഷം സുരയ്യ ലൈവിൽ വന്നതിൽ.
ഈ ശിവദാസെ എന്നിട്ട് അടിച്ചു പൊളിച്ചോ? മഴക്കാറിന് 36 വിട്ടുപോയല്ലോ. ഉണ്ണി ഹായ് പറയുന്നുണ്ട്. എന്താ ഉണ്ണി ഇങ്ങനെ നോക്കണേ, എന്തു പറ്റി? ശ്രീജിത്ത് ഹായ് പറയുന്നു. ആമീസ് അളിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്നു നമ്മുടെ മഴക്കാറ്. സരിത ബാംഗ്ലൂർ എത്തിയോ എന്ന് ചോദിക്കുന്നു. സരിത അന്നേ എത്തി, അന്നേ ബാംഗ്ലൂർക്ക് എത്തി. ഷാജി എബ്രഹാം ഹായ്. ഹായ് ഷാജി, ലൈവിലേക്ക് സ്വാഗതം. അമീനെ വിളിക്കുന്നു മഴക്കാറ്. സരിത അളിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ തമ്മാച്ചൻ. ഒരു നാൾ പാക്കാമ ഇരുന്നാൽ 2 നാൾ എങ്കിലേക്ക് ദീപാവലിയുടെ അപ്പടി സൊല്ലു ബ്രോ. നന്നായി നന്നായി കേട്ടോ. എൻ്റെ ബ്രോ അങ്ങനെ പറയില്ല മോനെ ഇസ്മു കുരുപ്പേ. അളിയോ എന്ന് പറയുന്നത് തമ്മാച്ചൻ അപ്പുറത്തുണ്ടായിരുന്നു. നമ്മുടെ മഞ്ജുവിൻ്റെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ. ദാസനായ വിജയ, ഇതൊക്കെ ശരിയാണോ? നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ? എല്ലാ ദിവസമൊക്കെ ലൈവിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ വന്നാൽ ശരിയാവും? ഒന്ന് വന്ന് കണ്ടിട്ടൊക്കെ പോയിക്കൂടെ നിങ്ങൾക്ക്? മോശമുണ്ടോ അതൊക്കെ? മോളും മക്കൾ എവിടെ തിരക്കി എന്ന് പറയണം കേട്ടോ. ജയേച്ചി തീർച്ചയായിട്ടും അറിയാം. താങ്ക് യു സോ മച്ച്, വന്നതിൽ സന്തോഷം. എന്തുണ്ട് ജയേച്ചി, സുഖാണോ? എന്നെ അന്വേഷിക്കുന്നവർ ഉണ്ടല്ലേ അപ്പോൾ? അതെ അതുണ്ട്. എല്ലാവരും അന്വേഷിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. എന്തായാലും ശ്രീജിത്തിനെ ആരും അന്വേഷിക്കാറില്ല എന്നുള്ളൊരു പരാതി ഉണ്ടോ ശ്രീജിത്തിന്? നമ്മുടെ ശ്രീജിത്തിനോട് എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ശ്രീജിത്തിനെ അറിയില്ല ആർക്കും. ശിവദാസെ ശ്രീജിത്ത് അവിടെ ഉണ്ടോ? കാര്യാട്ടുകര, തൃശ്ശൂരാണേ. അവിടെ ഒരു നമ്മുടെ എന്താണ് എന്താണ് പറയുക, ഓട്ടിസം ബാധിച്ച പിള്ളേരുടെയൊക്കെ ഒരു സ്കൂളുണ്ട്. അവിടെയാണ് ശ്രീജിത്ത് വർക്ക് ചെയ്യണേ കേട്ടോ. ഹായ് മഴക്കാർ സാരി വിളിക്കുന്നുണ്ട്. എന്തോടെ ദാസ നോക്കണേ? അതെ, ഈ ദാസനും വിജയനും കൂടി എന്ത് ഇങ്ങനെ നോക്കണേ? മഴക്കാറേന്ന് ആമീസ് ഹായ്. ആമീസെന്ന് ഇസ്മു. സരുവിന് സ്നേഹം കൊടുക്കുന്ന മഴക്കാറ്. ചേച്ചി ഒറിജിനലി 45 കമ്മിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ വെറും 15 സെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും കബഡി എന്ന് പറഞ്ഞാൽ കബഡി മത്സരമാണോ ഉദ്ദേശിച്ചത്? കബഡി മത്സരമാണോ? എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. കബഡി മത്സരം ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇവിടെ പോയാലും പുറകെ ഇവനും ഉണ്ടാകും. ഇറങ്ങിപ്പോട ഉണ്ണി. നിങ്ങൾ രണ്ടുപേരും ചങ്സ് അല്ലേ? പിന്നെ ഒരാൾ പോയി അവിടെ വരണ്ടേ? ആമീസേ എന്ന് പറഞ്ഞ സ്നേഹം പറയുന്നു നമ്മുടെ ശ്രീജിത്ത്. എന്നാലും അടിച്ചു പൊളിച്ചു ആണല്ലേ? അടിപൊളി. എന്തായാലും കാണാൻ ആഗ്രഹിച്ചു വന്നിട്ട് നടന്നല്ലോ. ഇസ്മു ഇനി പാക്കാമല്ലിരുന്നാൽ പട്ടാസ് വെടിവെടിക്കുക. പട്ടാസല്ല, അതെനിക്ക് പേടിയില്ല. സമയം കിട്ടണ്ടേ ചേച്ചി? അങ്ങനെയൊന്നും പറയാൻ പാടുള്ളൂ ഉണ്ണി. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മോശമാണ്. എപ്പോഴും വരണ്ടേ? വന്ന് കുറച്ചു നേരമൊക്കെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ എന്തൊരു സന്തോഷം. കിരീടം വന്നു. ആമീസ് കിരീടം വീണ്ടും കിട്ടി. സവാദിനോട് ഹായ് പറയുന്നു മഴക്കാറ്. സവാദ് എവിടെ? സവാദിനെ ഞാൻ കണ്ടില്ലല്ലോ. ദാസനായി വിജയൻ സമയമുള്ളപ്പോൾ വരുന്നുണ്ട്. ഓ, വലിയ കാര്യമായി. ദാസനായ വിജയ സമയമുള്ളപ്പോൾ വരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ? വന്ന് ഇങ്ങനെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കണം. ശ്രീജിത്ത് ബ്രോ ഹായ് എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാറ്. നമ്മുടെ യാസർ വന്നിട്ടുണ്ട്. വീണ്ടും കരച്ചിലാണല്ലോ. യാസർ എന്തുണ്ട്? സവാദ് ബ്രോ ഹായ് പറയുന്നു നമ്മുടെ തൊമ്മാച്ചൻ. ശ്രീജിത്ത് ഹായ് ഹലോ എന്ന് പറയുന്നു നമ്മുടെ ജയേച്ചി. ശ്രീജിത്തിനോട് ഹായ് പറയുന്നുണ്ട്. എല്ലാവരും ശ്രീജിത്തിനൊരു ഹായ് പറയട്ടോ. ആമി മുത്തേ സുഖം എന്ന് ചോദിക്കുന്നുണ്ട് മഴക്കാറ്. ഇന്നലെയും വന്നിരുന്നു, ലൈക്ക് ചെയ്തു പോയി. മെസ്സേജ് ഇടാൻ സമയം കിട്ടിയില്ല. ഇന്നലെ എല്ലാവർക്കും മിനിയാന്നായിരിക്കും. ഇന്നലെ ഞാൻ ലൈവിൽ വന്നില്ല, കയറാൻ പറ്റിയില്ല. ന്യൂട്ടൻ ജി ഹായ്. ലൈവിലേക്ക് സ്വാഗതം. ഗ്രീൻ ആപ്പിളൊക്കെ ആയിട്ടുള്ള ഒന്നേണ ഇന്ന്. ഈ ആപ്പിളാണോ ഒന്ന് തലയിൽ വീണത്? ഗ്രീൻ ആപ്പിളാണോ ഒന്ന് തലയിൽ വീണേ? കബഡി ചേച്ചി ആടുന്നത് കണ്ടിട്ടില്ല. ഇല്ല. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല ശിവദാസേ. ഞാൻ വിചാരിച്ചു കബഡി കളിയാണോ എന്താണെന്ന് അറിയില്ല. ശിവദാസ് ബ്രോ എന്ന് പറഞ്ഞത് മഴക്കാർ വിളിക്കുന്നുണ്ട്. മഴക്കാരെ കേരളത്തിൽ നിന്നും അതാണ് നല്ലത്, ചെറിയ തണുപ്പ് മാത്രം മതി കേരളത്തിൽ എന്ന് പറയുന്നുണ്ട്. മഴക്കാർ ഇപ്പം അല്ലെങ്കിലും കേരളം വിട്ട് പോയില്ലോ ഇസ്മു. ഇവിടുത്തെ ആവശ്യം അധികം ഇല്ലാന്ന് കണ്ടുകൊണ്ട് ആൾ അബുദാബി പോയിക്കാണ് അവിടെ കൊടുക്കാൻ. 39ാമത്തെ ലൈക്ക്. താങ്ക് യു ഉണ്ണി, താങ്ക് യു സോ മച്ച്. സുഖമാണെന്ന് വിചാരിക്കുന്നു. സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? വന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അങ്ങനെയൊക്കെ ചുമ്മാ പറയട്ടോ നിങ്ങളുടെ അടുത്ത്. വന്നില്ലല്ലോ എന്നൊക്കെ പരിഭവമൊക്കെ പറഞ്ഞു വരും. ചുമ്മാ പറയുന്നതാണ്. നിങ്ങൾ വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാണുമ്പോൾ കേട്ടോ. വീണ്ടും കാണുമ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ആ സന്തോഷം കൊണ്ടൊക്കെ പറയുന്നതാണ്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഫ്രീ ഉള്ള സമയത്തൊക്കെ ഒന്ന് വരുന്നോളൂ. എന്താണ് വിശേഷം? ന്യൂട്ടൻജി ഇതൊക്കെ തന്നെ. ഡാഡിയുടെ ബർത്ത്ഡേ അതായിരുന്നു, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നലെ അങ്ങനെ നാട്ടിൽ പോയി ഡാഡിയുടെ കൂടെ സന്തോഷിച്ചു പോന്നു. ഇസ്മു ബ്രോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന നമ്മുടെ മഴു. ഇറ്റ്സ് മീ ജാഷ. താങ്ക് യു ജാഷ മോൾ. സുഖാണോ? എന്തുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് സന്തോഷം കണ്ടതിൽ. കുറേ നാളായില്ലേ? ഹാപ്പി അല്ലേ? ദാസനായി വിജയൻ 40. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. വിജയനും ദാസനും കാണാറുണ്ട് മഴക്കാർ. കുറച്ച് പേർക്ക് അറിയാൻ എന്ന് പറയുന്നുണ്ട്.
ശ്രീജിത്ത് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നു തുടങ്ങി പിന്നെ കുറച്ച് പേർക്ക് അതിന് മുന്നേ വേറെ എവിടെയെങ്കിലുമൊക്കെ ലൈവിൽ പോകാറുണ്ടോ ശ്രീജിത്തെ? മഴക്കാർ ബ്രോ നമസ്കാരം പറയുന്നു നമ്മുടെ ശിവദാസ്. ഞാൻ ബാംഗ്ലൂരാണ് ശിവേട്ടാന്ന് പറയുന്നുണ്ട്. സഞ്ജുസേ ഹായ്. സഞ്ജുമുത്തെ ജോലിയിലാണോ? സുഖാണോ? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എന്തെങ്കിലും കഴിച്ചോ? വന്നതിൽ ഒരുപാട് സന്തോഷം. മഴമുത്തിനോട് ദേ ഹായ് പറയുന്നുണ്ട് നമ്മുടെ സഞ്ജു. ഓരോരോ തിരക്കുകളല്ലേന്ന് ദാസനായ വിജയം പറയുന്നുണ്ട്. സഞ്ജുവിനോട് ഹായ് പറയുന്നുണ്ട് ആമീസ്. മനുഷ്യനല്ലേ പല തിരക്കുകളിൽ പെട്ട് പോകുന്നതാണെന്ന് ഉണ്ണി പറയുന്നുണ്ട്. ശരിയാണ് കേട്ടോ. ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ പറയും നിങ്ങളെ കണ്ടില്ലെങ്കിൽ. ഇന്നലെ കണ്ടില്ലല്ലോ എന്ന്. ഇന്നലെ ഞാൻ ഡാഡിയുടെ അടുത്ത് പോയി വന്നപ്പോൾ ലേറ്റായി ന്യൂട്ടൻജി, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഖലീൽ ഖലു ഹായ് പറയുന്നുണ്ട്. ഇറ്റ്സ് മീ ജാഷ. ഹായ് ഖലീൽ, ലൈവിലേക്ക് സ്വാഗതം. ഈ സമയത്ത് ചോദിക്കാമെന്നറിയില്ല, എന്നാലും ചോദിക്കുക. എന്താ ചേച്ചി ശരിക്കുള്ള പേര്? എൻ്റെ പേര് മെഫ്രി എന്നാണ്. മെഫ്രി എന്നാണ് പേര്. മെഫ്സ് വേൾഡ് ചാനലിൻ്റെ പേര് അതറിയാലോ അല്ലേ? എല്ലാവർക്കും ഹായ്. ജയച്ചി എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട്. ഇന്നലെയും നാട്ടിലൊരാൾ മരിച്ചിരുന്നു. യാസർ നമ്മുടെ പിന്നാലെ എന്നും ഉണ്ടാകുമെന്നുള്ളൊരു ചിന്തയിലൂടെ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പ്രാർത്ഥിക്കാം. അതും നമുക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. മിനിഞ്ഞാന്നായിരിക്കും, ഇന്നലെ ഞാനും വന്നില്ല. വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് കാണുകയായിരുന്നു. ഓ ആണോ? എസ് മിനിഞ്ഞാന്നാണ്. ഞാൻ ഇന്നലെ ലൈവിൽ വന്നില്ല. ഉമ്മർക്ക വരാ. വേറെ എന്താ വിശേഷം? വേറെ ഇങ്ങനെയൊക്കെ പോകുന്നു ഉമ്മർക്ക. ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. നിങ്ങളൊക്കെ വരുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, പോകുന്നു. ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? ഉമ്മർക്കൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ പറ. സുഖമാണോ അവിടെ എല്ലാവർക്കും? എല്ലാവരുടെ അന്വേഷണം പറ കേട്ടോ. പൂയമെന്ന് പറഞ്ഞാൽ പരിപാടി ഒന്നും കണ്ടിട്ടില്ല. ശരിക്കും കഷ്ടം. അയ്യോ, ഞാനൊന്നും അറിയില്ല ശിവദാസ്. ഇതൊന്നും എനിക്ക് ഇങ്ങനത്തെ ഉള്ള നിങ്ങളുടെ യാതൊരു പരിപാടികളും എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും അങ്ങനെ പോകാറില്ല, കാണാറില്ലല്ലോ. സോ അതൊന്നും എനിക്കറിയില്ല. സന്തോഷമേ ഉള്ളൂ പറയുന്നതിന്. ആരെങ്കിലുമൊക്കെ തിരക്കാനുള്ളത് ഒരു സന്തോഷമല്ലേ? അത് സത്യമാണ്. ഞാനപ്പോൾ തിരക്കിൽ സന്തോഷമായില്ലേ? അപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തായാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും വന്നതിൽ ഒരുപാട് നന്ദി. ഇറ്റ്സ് മീ ജാഷ ചേച്ചിക്കുട്ടി. എടാ സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വന്നതിൽ ഒരുപാട് സന്തോഷം, കണ്ടതിൽ സന്തോഷം. കുറേ ദിവസങ്ങളായില്ലേ ഈ പേര് ഞാൻ കേട്ടിട്ട്, കുറേ ദിവസമായി. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. സാഗർ ഏലിയാസ് ജാക്കി, നിന്റെ ചിരി എന്തോ എന്നെ വല്ലാണ്ട് പറയൂ. ബാക്കി കൂടി പറയൂ. നിന്റെ ചിരി എന്നെ വല്ലാണ്ട് പറയൂ ചേട്ടാ പറയൂ. 42 ലൈക്ക് ന്യൂട്ടൻ ജി, താങ്ക് യു സോ മച്ച്. മോള് സുഖാണോ? കഴിച്ചോ? ജയച്ചി സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. കഴിച്ചിട്ടാണ് വന്നേ. ഒന്ന് മെച്ചെയ്യണം. എന്താണിത്? മീറ്റ് ചെയ്യണമെന്നാ? ഉമ്മർക്ക അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് കാണണമെന്ന് പറയും? ഇതൊക്കെ അതേ ഇതിനല്ലേ നിങ്ങൾ തന്നെ എല്ലാ ദിവസവും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. ഇതാ നേരിൽ ഇങ്ങനെയല്ലേ മീറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നുണ്ട്, ഞാനത് കേൾക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കില്ലേ? ഇല്ല എന്ന് പറയുന്നു ശ്രീജിത്തെ. പിന്നെ എന്താണ്, ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ എന്തായാലും ശ്രീജിത്തിനെ കുറേ പേർക്കൊക്കെ അറിയാം, അത് ഉറപ്പാണ്. എന്തായാലും മഴക്കാർ അബുദാബിയിൽ എവിടെയാണെന്ന് ഇസ്മു ചോദിക്കുന്നുണ്ട് കേട്ടോ. പാച്ചിക്ക ലൈലേക്ക് സ്വാഗതം. സുഖാണോ? ഫുഡൊക്കെ കഴിച്ചോ പാച്ചിക്ക? സുഖം ചേച്ചി, അങ്ങനെ പോകുന്നു. ഹാപ്പി ആയിട്ടിരിക്കട്ടോ ജാഷകുട്ടി. സന്തോഷം കാണുന്നതിൽ. ലൈവിൽ പോകാറില്ല, ലൈവിലൊന്നും പോകാറ്. അപ്പം നമ്മുടെ ഈ ഒരൊറ്റ ലൈവിലാണോ ശ്രീജിത്ത് വരുന്നേ? ഓ സന്തോഷം. എന്തായാലും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ശ്രീജിത്തെ. എല്ലാവിധ നന്മകളും എപ്പോഴും പ്രാർത്ഥനയിലുണ്ട്, നിങ്ങളും ആ സ്കൂളും പിള്ളേരുകളൊക്കെ. കഴിച്ചോ ചേച്ചി? കഴിച്ചുടാ. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ലൈവിൽ വന്നത്. കഴിച്ചാ ജാഷ? കഴിച്ചോ? ഇന്ന് എന്താ സ്പെഷ്യലൊക്കെ? സരിത കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. സരിത മോളെ, എന്തെങ്കിലും മാർഗമുണ്ടോ കോണ്ടാക്ട് ചെയ്യാൻ? എന്നെങ്കിലും കാണുമായിരിക്കും ചെറിയ കേരളമല്ല. ശിവദാസേ, അതങ്ങനെയാണല്ലോ, ഭൂമി ഉരുണ്ടതാണ് ആണെന്നല്ലേ പറയാ. എന്നാ ശരി ചേച്ചി, ഉറക്കം വരുന്നത് എല്ലാവർക്കും ഇല്ലേ? മറുപടി കൊടുത്തിട്ട് പോകൂ സരു. എന്റെ പേര് എൻ്റെ പേര് തോന്നുന്നു കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മുസ്ലിംസിൻ്റെ പേരാണെന്ന്. കുറേ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബാലേട്ടൻ വന്നില്ല. ഇല്ല ശ്രീജിത്തെ, ബാലേട്ടൻ എത്തിയിട്ടില്ല. സരിത കഴിച്ചോന്ന് ആമീസ് ചോദിക്കുന്നുണ്ട്. ശിവേട്ട സ്നേഹം മാത്രം എന്ന് സരു പറയുന്നു. ആമി ഞാൻ കഴിച്ചു, അവിടെ കഴിച്ച് ഉറക്കം വരുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട്. സരിത മോളെ ഒന്ന് ഉറങ്ങിക്കോട്ടോ.
ചാനലിൻ്റെ പിന്നെ അറിയാ 10 മാസം മുന്നേ അറിയാ ചേച്ചി എന്ന് പറയുന്നുണ്ട്. അതെ അതെ, അത് ശരിയാണ്. ജോൺ ജോർജ് ഹായ് പറയുന്നുണ്ട്. ഹായ് ജോൺ, ലൈലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് ഉമ്മർക്ക പറയുന്നു. ഒരുപാട് സന്തോഷം ഉമ്മർക്ക. കിരീടം പോയി, രണ്ടാമത്തെ കിരീടമായല്ലോ ഹമീസെ. സരിയു ഫുഡ് കഴിച്ചോ എന്ന് ഇസ്മു ചോദിക്കുന്നുണ്ട്. 1 മാസത്തിനിടയിൽ 5ാമത്തെ ആള്. ദൈവമേ, 5 പേര് അങ്ങനെ പോയില്ലേ യാസ്രേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ, വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ ഇനി നാളെ വരാൻ ശ്രമിക്കാം. ടാറ്റ. ഒരുപാട് സന്തോഷം. വിജയനും ദാസനും എന്നും ഈ ഒരു നിങ്ങളുടെ സൗഹൃദം എന്നും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ. ഒരുപാട് സന്തോഷം. വിജയൻ ദാസന്മാർ എനിക്കറിയാത്ത ഒരാളാണെന്നെങ്കിലും ഞാൻ പറയാണ്, ആ വിജയനും ദാസനും ഇങ്ങനെ പറയുമ്പോഴത്തേനും എനിക്ക് ഓർമ്മ വരുന്നത് അവരെയാണ് കേട്ടോ, നമ്മുടെ വിജയനും ദാസനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹായ് ബേബി, ഹായ് മുരുകൻ. യൂട്യൂബിൽ അടിച്ച് നോക്കൂ കബഡി ആട്ടം, അപ്പോൾ കാണാൻ പറ്റും. ഓക്കെ ശിവദാസേ, എന്താണെന്ന് ഞാൻ നോക്കാം കേട്ടോ. ഇസ്മു ഞാൻ കഴിച്ചു, അവിടെ കഴിച്ചോ എന്ന് സരി ചോദിക്കുന്നുണ്ട്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ ഉണ്ണി. എന്തായാലും ഫ്രീ ഉള്ള സമയത്ത് വാട്ടോ. താങ്ക് യു സോ മച്ച്, വന്നതിൽ ഒരുപാട് നന്ദി. സുഭാഷ് കെ, ഓക്കെ മോളു, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ചെയ്യാം, നാളെ വരാം. ഓക്കെ ചേച്ചി, ടേക്ക് റെസ്റ്റ്. താങ്ക് യു സോ മച്ച്, ഗുഡ് നൈറ്റ്. നീ തിരക്കല്ലേ ഗുണ്ടുപണി നോക്കുന്നുണ്ട്. ഞാനോ? എന്ത് തിരക്ക്? തിരക്കൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു. ഓരോ തിരക്കിൽപ്പെട്ട് പോകുന്നതാണ് ചേച്ചി. ശരിയാണ്, എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ. എന്തായാലും വല്ലപ്പോഴും ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ ഒരു സന്തോഷം. ഡാഡി സുഖമായിട്ടിരിക്കുന്നു. മഴു, ഡാഡിക്ക് സുഖമാണ്, ഡാഡി ഓക്കെയാണ്. പക്ഷേ ഇപ്പം ഈ അടുത്ത് 2 ആൾ നന്നായിട്ട് മെലിഞ്ഞു പോയി. അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല, എന്നെ കാണാൻ വേണ്ടി വന്ന സമയത്തുള്ളേക്കാളും മെലിഞ്ഞു ആൾ കുറച്ച്. ആൾക്ക് പനി പിടിച്ചു. ഡാഡിക്കും മമ്മിക്കൊക്കെ പനിയായിരുന്നു. അപ്പോൾ പനിയൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്ഷീണവും വിഷമങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അബുദാബി മുസ്തഫ എന്ന് പറയുന്നുണ്ട്. മുസ്തഫ, അബുദാബി മുസ്തഫ. ഇസ്മു കേട്ടോ. ഷൗക്കത്ത് ഹായ് പറയുന്നു. ആ ചേച്ചി എന്ന് പറയുന്നുണ്ട് ജാഷ. എന്തായാലും ചാനലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ ജാഷ? ഷൗക്കത്തെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ലൈവിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് വന്ന ആരെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മെഫ്രി എന്നാണ്, മെഫ്സ് വേൾഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. സോ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുഞ്ഞി വീഡിയോസുകളൊക്കെ ഉണ്ട്, അപ്പോൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്കൊക്കെ ഒന്ന് ഉയർന്നു വരാൻ പറ്റുള്ളൂ. അത് വേണം, തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അത് പറയുമ്പോഴത്തേനും ഓടിപ്പോവാണ് എല്ലാവരും. അതെന്താ അങ്ങനെ? സപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേനും ഓടിപ്പോവോ ആൾക്കാരൊക്കെ? അത് മോശമല്ലേ? മഴ പോയി ഇവിടുന്ന്. നോക്കട്ടെ കമൻസ് ടെക്ക് ഇതാണോ? നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരുന്നുണ്ട്. ആഹാ, ഇതിങ്ങനെ മെസ്സേജ് താഴെ കിടക്കായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ കഴിച്ച സ്പെഷ്യലൊന്നുമില്ല. അച്ഛൻ ഹായ് ചേച്ചി. ഇക്ബാൽ ഹായ്, ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ? സാപ്പിട്ടോ? നീ മലയാളം പറയടാ കള്ള. നീ മലയാളിയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനത് ഓർത്തിരിക്കണ്ടിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനി ഇത്ര നാളും തമിഴ് പറഞ്ഞ് പറ്റിച്ചിട്ട്. ആ ചേച്ചി എന്ന് പറയുന്നത് ജാഷ. അടിപൊളിയായിട്ട് പോട്ടെ ജാഷ, ചാനലൊക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ട് നല്ല ഗ്രോത്തിലോട്ട് എത്തട്ടെ. ഹായ് ചേച്ചി. അച്ഛൻ ലൈവ് കൂട്ടുമോ എന്ന് വെച്ചാൽ അച്ഛനെ ലൈവിൽ കാണിക്കാനാണ് പറഞ്ഞേ. അച്ഛൻ ഇപ്പം ഇവിടെ അല്ല, അച്ഛൻ്റെ വീട്ടിലാണ്, തറവാട്ടിലാണ്. അച്ഛനെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് ഷൗക്കത്തെ. ഞാൻ കഴിച്ചു, സ്പെഷ്യലൊന്നുമില്ല. ഇന്ന് സ്പെഷ്യലൊന്നുമില്ല അല്ലേ? ഓക്കെ. മുസാഫിയയിൽ എൻ്റെ ചേട്ടത്തിയുടെ മോനുണ്ടെന്ന് ഇസ്മു പറയുന്നുണ്ട്. ഇതാരാണ്? ഗിരി, ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ? പച്ച ടോപ്പ്, പച്ച കമ്മൽ, പച്ച നെയിൽ പോളിഷ്. ആ ലിപ്സ്റ്റിക്കും കൺമഷിയും പച്ചായിരുന്നേ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് വേണം ഇട്ടാനേ. എന്തായാലും തോമാച്ചൻ പറഞ്ഞല്ലേ, അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ടായിരുന്നു. ശേ, തോമാച്ചൻ ഇത്തിരി നേരത്തെ പറയണ്ടായിരുന്നു. ഇസ്മു, ഞാൻ മുസാഫ ഷാബിയ 10 എന്നാണെന്ന് മഴക്കാർ പറയുന്നുണ്ട്. ഷിബിൻ MP വന്നിട്ടുണ്ട്. ഹായ്. ഒന്നും മിണ്ടാത്ത ഷിബിൻ MP ഹായ്. ബ്ലൂം ഹായ് പറയുന്നുണ്ട്. ബിസ്മി ഹായ്. സുഖാണോ? ഇന്ന് നമ്മൾ പരിചയപ്പെട്ടതേ ഉള്ളൂ. ബിസ്മി, ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മഴുവിൻ്റെ അതേ ബിസ്മി എത്തിയിട്ടുണ്ട് ഇവിടെ. ബിസ്മി, ഒരുപാട് സന്തോഷം വന്നതിൽ. നല്ല അടിപൊളി ഒരു സ്റ്റൈലിസ്റ്റാണ്. ഞാൻ ചാനൽ കണ്ടു എല്ലാ സെലിബ്രിറ്റീസാണ്. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്ത ഒരാളാണ് കേട്ടോ ഈ ബിസ്മി. ബിസ്മിയുടെ ചാനൽ ഒരു അടിപൊളി ചാനലാണ്. നിങ്ങൾക്ക് സെലിബ്രിറ്റീസിനെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് കാണാം. നല്ല അടിപൊളി ഹെയർ സ്റ്റൈലിസ്റ്റാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വല്ല പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസ്മിയെ കോൺടാക്ട് ചെയ്യാം.
അപ്പോൾ ഹെയർ സ്റ്റൈലിസ്റ്റുമാരുടെ ആവശ്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബിസ്മി ബ്രഷ് ആൻഡ് ബ്ലൂം ഞാൻ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. ഒന്ന് സപ്പോർട്ട് കൊടുക്കണേ. ഷിബിൻ MP വീണ്ടും ഒരു ലൈക്ക് മാത്രം, പിന്നെ ഒന്നും മിണ്ടൂല. ഈ മിണ്ടാത്ത ഷിബിൻ MP എന്താ ഇതിങ്ങനെ? സംസാരിച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ? ഇന്ദു ചൂടാ ലൈക്ക് 47. താങ്ക് യു ഇന്ദു. സുഖമാണോടാ? നഫ്സേ എന്ന് പറഞ്ഞ് ബിസ്മി വിളിച്ചിട്ടുണ്ട്. മഴക്കാറിന് സ്നേഹം കൊടുക്കുന്നുണ്ട്. ചേച്ചി പൊന്നെ അനുരാജേ ലൈവിലേക്ക് സ്വാഗതം. എന്തുണ്ട്, സുഖാണോ? ഹായ് ചേച്ചി, സാപ്പിട്ടാ? അപ്പോൾ ഞാൻ പറയില്ല ഇക്ബാലെ, നീ എന്നെ തമിഴനാണെന്ന് പറഞ്ഞ് പറ്റിച്ചവനാണ്. നിന്നോട് ഞാൻ പറയില്ല. 50ാമത്തെ ലൈക്കാണ് ബിസ്മിയുടെ. താങ്ക് യു സോ മച്ച് ബിസ്മി, ഒരുപാട് സന്തോഷം. അനുരാജ് ലൈക്ക് ഇട്ടിട്ടുണ്ട്. ലൈക്ക് ഇട്ട് പോയോ അനുരാജേ? സുഖാണോ? രവികുമാർ യു ലുക്സ് ബ്യൂട്ടിഫുൾ ടുഡേ മാം എന്ന് രവികുമാർ പറയുന്നുണ്ട്. താങ്ക് യു രവികുമാർ. ഷുഗർ ഉണ്ടോ ഡാഡിക്ക് ഷുഗർ ഇല്ല. മമ്മിക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഹാർട്ട് ഫുള്ള് പോയി കിടക്കുക. മഴക്കാർ ബി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മുടെ ബിസ്മീനെ. ഗഡിക്ക് സ്നേഹം പറയുന്നു മഴക്കാർ. ഓക്കെ, ലൈക്ക് നാളെ ഞാൻ ഒന്ന് നോക്കാൻ കിടക്കട്ടെ. മാലിട്ട അയ്യോ സാമിയാണല്ലേ. സോറി ശ്രീജിത്തെ, ഞാൻ സത്യം പറഞ്ഞു ഇന്നലെ മിനിയാന്ന് നമ്മൾ പറഞ്ഞല്ലേ മാലിടുന്ന കാര്യം, ഞാൻ മറന്നു പോയിട്ടോ. സ്വാമി എന്നാണ് വിളിക്കേണ്ടത് അല്ലേ? ഇനി ഇങ്ങനെ സാമി അങ്ങനെയല്ലേ വിളിക്കുക? എന്തായാലും മാലക്കിട്ടൊക്കെയാണ് എല്ലാ ആഗ്രഹങ്ങളും. എന്തൊക്കെ ആഗ്രഹിച്ചാണോ ആ ഒരു സന്നിധാനത്തിലോട്ട് പോകാൻ ആഗ്രഹിച്ച് മാലിട്ടേക്കണേ ഒക്കെ നടക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ. വന്നതിൽ ഒരുപാട് സന്തോഷം. സാമി ബിസ്മി മുത്തേ സുഖമല്ലേ ഇത് മഴക്കാറ്? ചേച്ചിയുടെ നെറ്റ് പോയി, ഞാൻ വിചാരിച്ചു എൻ്റെ ആണെന്ന്. എൻ്റെ നെറ്റായിരുന്നു ശിവദാസേ, എന്നെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയെ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു ലൈവിൽ. നാളെ മുതൽ ഈ ചാനലിൻ്റെ പേര് ഗുണ്ടുമണി വേൾഡ് കോം എന്നാണ്. എല്ലാവരും സഹകരിക്കുക. ഇസ്മൂനെ നമുക്ക് ചാക്കിൽ കയറ്റാനായിട്ടുണ്ട്. മഴു എവിടെ ഓഫാക്കി ഓണാക്കി ആണോ? സനീഷ നജു, ഹായ് സനീഷ, ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ? മക്കൾക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? നജു എന്ത് പറയുന്നു? എല്ലാവരുടെ അന്വേഷണം പറ. ചാനലിൽ വീഡിയോസൊന്നും ഇല്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കയറി നോക്കിയപ്പോൾ പുതിയ വീഡിയോസൊന്നും കണ്ടില്ല. എന്ത് പറ്റി? ചാനലൊക്കെ അങ്ങനെ ഇട്ടേക്കാണോ? ഉഷാറാക്കി എടുക്കട്ടോ. ഗിരി ബ്രോ ഹായ് പറയുന്നുണ്ട് മഴക്കാറ്. പുള്ളൂസേ എന്തുണ്ട് വിശേഷങ്ങൾ? ലൈക്ക് അടിച്ച് ഞാൻ പോകുന്നു. അത് പറ്റില്ല. പുള്ളു അവിടെ ഇരിക്കുക. എവിടേക്ക് പോണേ? എന്തിനാ പോണേ? അവിടെ ഇരിക്കേ. മഴക്കാർ ചേട്ടോ സുഖാണെന്ന് പറയുന്നു നമ്മുടെ ബിസ്മി. വയ്യ, അതാണ്. എന്ത് പറ്റി? എന്താ വയ്യ? പനിയാണോ? ചേച്ചി എന്ത് പറയാനാ, ഞാനൊരു ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഒരു ലൈക്കല്ലേ അടിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് ഒരു ലൈക്കല്ലേ അടിക്കാൻ പറ്റുള്ളൂ. എന്നാലും നീ എന്നെ പറ്റിച്ചില്ലേ തമിഴാണെന്ന് പറഞ്ഞിട്ട്. ക്ലിയർ ഇല്ല ചേച്ചി. ഇതേ ഇപ്പോൾ വന്നോ ക്ലിയർ? ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടോ? പുള്ളു മഴ എന്നൊരു സ്നേഹം പറയുന്നു. ബിസ്മി വന്നു, ഞാൻ കണ്ടു എന്ന് മഴ പറയുന്നുണ്ട്. ബിസ്മി ഫ്ലവേഴ്സ് TV സ്റ്റാഫാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിസ്മിയോട് ചോദിച്ചു പുറത്ത് വർക്ക് എടുക്കുമോ എന്ന്. എന്തായാലും ബിസ്മിയുടെ ചാനൽ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഹെയർ സ്റ്റൈലിസ്റ്റിലേക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് നേരിട്ട് ആ ചാനലൊന്ന് കയറി കണ്ട് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ജ്യോതി ഹായ് പറയുന്നുണ്ട്. ഈ കമൻറ്റ് എപ്പോൾ വായിച്ചു തീർക്കുന്നു അനുരാജ്? ഇതിപ്പോൾ തീർക്കും. ഇസ്മു സ്നേഹം തരുന്നുണ്ട്. ബിസ്മി ഓക്കെ പറയുന്നു. ബിസ്മി നമ്മുടെ കൊച്ചിക്കാരിയാണ് കേട്ടോ. വെബ്സൈറ്റ് ഞാൻ മഴു പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. വളരെ വളരെ സന്തോഷം. രാജേഷ് വളരെ വളരെ സന്തോഷം. വിഷ്ണുരാജ് ഹലോ മാക്രി. യെസ് വിഷ്ണു. മെഫ്സെ ഫുഡ് കഴിച്ചുടാ ബിസ്മി? കഴിച്ചു. മനോജ് ആരാ? എവിടെന്നാ മനോജ്? ഇത് എവിടെയാണ്? ഞാനും വിചാരിച്ചു എന്ത് പറ്റി? അച്ഛനും ഇല്ല മോനും ഇല്ല. ബാലേട്ടനെയും കാണാനില്ല, മനോജിനെയും കാണാനില്ല. ചേച്ചി ഗുഡ് മോർണിംഗ്. അനുരാജ് ഗുഡ് നൈറ്റ്. എണീറ്റുള്ളൂ ഇപ്പോൾ. ബിസ്മി മഴക്കാർ ചേട്ടാ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നുട്ടോ. ആമിമുത്തേ വെൽക്കം. ഞാനേ സത്യം പറഞ്ഞാൽ എൻ്റെ നെറ്റ് ചെറുതായിട്ടൊന്ന് പണി തന്നു. എൻ്റെ വിചാരം എന്താണ്, ഇത് മൊത്തം പോയിന്നായിരുന്നു കേട്ടോ. ഈ കമൻസ് ഒന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ മെല്ലെ 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 വന്നുകൊണ്ടിരുന്നത് വെച്ചേ. ഇപ്പോഴാണ് കമൻസൊക്കെ കണ്ടേ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ? സുഖമാണ് എല്ലാവർക്കും. വിസ്മി ഫുഡ് കഴിച്ചോ? ഇന്ന് വർക്ക് വലുതുണ്ടായിരുന്നോ? ഹായ് ആമിസേ എന്ന് വിസ്മി ചോദിക്കുന്നുണ്ട്. ഇന്ന് എവിടെയെങ്കിലും വർക്ക് ഉണ്ടായിരുന്നു? വർക്കിൻ്റെ തിരക്കിലെങ്ങനെ ആണോ? ഏത് ചാനൽ? ഫ്ലവേഴ്സ് ചാനലിലാണല്ലേ? ഓക്കെ, അടിപൊളി വിസ്മി. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വന്നതിൽ സന്തോഷം. എടാ ആ പാട്ട് എന്ത് പാട്ടടാ? സംഘം വെഞ്ചമ അമരവം കൊമ്പം വീരാളിപ്പട്ടും. സംഘം വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും പുന്നാര പുങ്ങളും പട്ടാഭിഷേകം. എടാ ആ പാട്ടൊക്കെ ഞാൻ എന്നെ കൂടെ ഒക്കെ പാടിപ്പിക്കണോടാ. ബുദ്ധിമുട്ടല്ലേടാ? എന്തിനാടാ വിഷ്ണു നീ ഇങ്ങനത്തെ പാട്ട് കിട്ടുന്നത് തന്നെ ബുദ്ധിമുട്ടിക്കണേ? നീ ഒരു ഈസി ആയിട്ടുള്ളൊരു പാട്ടിട്. ചേച്ചി സുഖാണോ? മധു വെൽക്കം വെൽക്കം. സുഖമായിട്ടിരിക്കുന്നു? സുഖാണോ? അടുത്ത സൺഡേ
ഡെലിവറൻസ് മീറ്റിംഗ്സ് ഇക്കയും ഉണ്ട്, വരുന്നുണ്ടോ? അയ്യോ സോറി രാജേഷേ. ചേച്ചി ഗുഡ് നൈറ്റ്, ബൈ. എടാ അനു പോവാണോ? സുഖമാണെന്ന് വിചാരിക്കുന്നു. വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ, ഗോഡ് ബ്ലസ് യു. ഇന്ന് പച്ചക്കിളിയാണെന്ന് പറയുന്നൊരു വിഷ്ണു. യെസ്, ഇന്ന് പച്ചക്കിളിയാണ്. ആ പാട്ട് പച്ചപ്പാനന്ദത്തെ പുന്നാരപ്പൂമുത്തേ കുന്നില്ലിൻ പൂങ്കതിരേ ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ പച്ചപ്പാനന്ദത്തെ പുന്നാരപ്പൂമുത്തേ. നീ ഇട്ടാ പാട്ട് പകരം ഇറ്റ്സ് ഫോർ യു, നിനക്ക് വേണ്ടി. ഇന്ന് വർക്കില്ലായിരുന്നു, അതുകൊണ്ട് ഇന്ന് എൻ്റെ ചാനലിൽ വരാൻ പറ്റി. മഴുവിൻ്റെ ചാനൽ വെച്ച് നമുക്ക് പരിചയപ്പെടാൻ പറ്റി അല്ലേ ബിസ്മി? എന്തായാലും പരിചയപ്പെട്ടില്ല, ഒരുപാട് സന്തോഷം. ബിസ്മി ഹായ് പറയുന്നു. ആമീസ് മല്ലു ഡ്രൈവേഴ്സേ ഹായ് ഹായ് ഹായ്, വെൽക്കം. ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ? എന്തുണ്ട് വിശേഷം? ജോൺസൺ ഹായ് ഹായ്, ഹലോ ഡിയർ, എന്തുണ്ട്? സുഖാണോ? ലൈവിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. ഫുഡൊക്കെ കഴിച്ചോ? ഇസ്മുനെ തൊടാൻ കഴിയില്ല മക്കളെ. ഇസ്മുനെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. എന്നെ ഉനക്ക് തെരിയാത് ബംഗാളീസ്. ഇസ്മുനെ തൊട്ട് കളിച്ചാൽ. ആർ യു വർക്കിംഗ്? നോ, വർക്ക് ചെയ്യുന്നില്ല. ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത്, ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ, ഈ ഒരു കൊച്ചു യൂട്യൂബ് ചാനലായിട്ട് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു. ജോൺസൺ ജി ഡെലിവറൻസ് ബ്ലെസ്സിങ് പ്രയർ ഉണ്ട്, വരുന്നുണ്ടോ? ഇല്ല. ആമീസ് ഹായ് പറയുന്നുണ്ട്. നമ്മുടെ മധുവേ എന്തൊരു വിശേഷം? രഞ്ജൻ സുശീൽ, യെസ് രഞ്ജൻ, ലൈവിലേക്ക് സ്വാഗതം. വന്നതിൽ ഒരുപാട് സന്തോഷം. സുഖാണോ? പച്ചക്കിളി വന്നാൽ പൈസ കൂടി വരും എന്ന് പറയുന്നുണ്ട് മല്ലു ഡ്രൈവേഴ്സ്. നമ്മുടെ പച്ചത്തത്ത അല്ലേ, നമ്മൾ പറയാറുണ്ട് വീട്ടിൽ നമ്മളൊരു പച്ചത്തത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പൈസ വരുന്നതാണ് ഒരു ഐതിഹ്യം എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാ, സത്യമാണോ മല്ലു ഡ്രൈവേഴ്സേ? സത്യമാണോ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ? ഇർഫാൻ അസ്സാം വലൈക്കും. വാലൈക്കും സലാം. സുഖാണോ ഇർഫാൻ? ലൈവിൽ വന്നതിൽ സന്തോഷം. എൻ്റെ ഫാദർ എത്തിയിട്ടുണ്ടല്ലോ. നോട്ടം എൻ്റെ നാട്ടിൽ ഷൂട്ട് ചെയ്ത മൂവി, നൈസ് സോങ് ചേച്ചി. നിങ്ങളുടെ നാട്ടിലായിരുന്നോ അത്? ആഹാ, അടിപൊളി, നല്ല പാട്ടല്ലേ? മധു ഹായ് പറയുന്ന ആമീസ്. മല്ലു 56 ലൈക്ക്, താങ്ക് യു മല്ലുവേ. മനോജ് ചേട്ടൻ ഒളരിയിൽ നിന്ന് വന്നാൽ എനിക്ക് ഒന്ന് കിട്ടണമായിരുന്നു. എനിക്ക് അറിയുന്ന ആളാണോ എന്ന് സംശയം. മനോജ് എന്താണ് മഠത്തിലാണോ എന്ന് ചോദിക്കൂ. മനോജ് മഠത്തിലാണോ? മനോജ് മഠത്തിൽ. മനോജ് പോയോ? മനോജ് ഇവിടെ ഉണ്ടോ? വൈഫിന് സുഖമില്ല ചേച്ചി, മൊത്തം പനി എനിക്ക് കിട്ടി. അയ്യോ ആണല്ലേ, എല്ലാ സ്ഥലത്തും പനി, എല്ലാ സ്ഥലത്തും പനിയാണ്. ഹായ് ഷൈനി, ഹലോ, ലൈവിലേക്ക് സ്വാഗതം. സുഖാണോ എന്ന് ഞാൻ ചോദിക്കണില്ല. അങ്ങനെയൊക്കെ ചോദിച്ച് വെറുതെ ബുദ്ധിമുട്ടിക്കണെന്തിനാണല്ലോ ഷൈനി? ആ ഒരു ചോദ്യത്തിനൊരു പ്രസക്തി ഇല്ല അല്ലേ? എന്താണെങ്കിലും സന്തോഷം കേട്ടോ. വന്നതിൽ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കും. നമ്മളൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഷൈനി, നമ്മളെല്ലാവരും ഏകദേശമൊക്കെ. ചിലപ്പോൾ നമുക്കതൊക്കെ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ഒക്കത്തിനും ചിലപ്പോൾ കുറച്ചൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഹാപ്പി ആയിട്ടിരിക്കും. എപ്പോഴും ഞങ്ങൾ കൂടെയുണ്ട്. ഇങ്ങനെ ലൈവിൽ എപ്പോഴും വന്നോളട്ടോ. എൻ്റെ തന്നെയല്ല, നമ്മുടെ ആരുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഉണ്ടോ വന്ന് എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു ഇത് മാറിക്കിട്ടും. എന്തായാലും സന്തോഷം വന്നതിൽ. ഫുഡൊക്കെ കഴിച്ചോ? ഞാനും ഹായ് വണക്കം. സുരേഷ് ബാബു ഹായ് വണക്കം. സുഖാണോ? ലൈക്ക് 58, താങ്ക് യു ഷൈനി. 58 എൻ്റെയാണ് ജഡേജാന്ന്. ആയിക്കോട്ടെ, ആരുടെയെങ്കിലും ആയിക്കോട്ടെ. TVM പച്ചക്കിളി എന്നാണ്, പച്ചത്തത്ത എന്നല്ല. ഇവിടെ പച്ചത്തത്ത എന്ന് പറയാം. പച്ചത്തത്തനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇത് വരാനുണ്ട്, നല്ല ലെക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലേവറെ ഹായ് പറയുന്നു നമ്മുടെ ആമീസ്. ഡു യു ഹാവ് ഇൻകം ഫ്രം ദിസ് മീഡിയ? ഇപ്പോൾ ഇല്ല, ഒന്നും ആയി തുടങ്ങിയിട്ടില്ല ജോൺസൺ ജി, ഒന്നും ആയി തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് മൂവിങ്ങിലാണ്, മോണിറ്റൈസ്ഡ് ആണ്. ഡെലിവറൻസ് മീറ്റിംഗ്സ് വന്നവർക്ക് കൊള്ളാം, വരാത്തവർക്ക് തീരാ നഷ്ടം. ആയിക്കോട്ടെ രാജേഷേ, നഷ്ടം ഞങ്ങൾ അങ്ങോട്ട് സഹിച്ചു. രാജേഷ് പോയിട്ട് അങ്ങ് കൂടിയിട്ട് നന്നാവാൻ നോക്കട്ടോ. ഹായ് ആമീസേന്ന് നമ്മുടെ ഷൈനി പറയുന്നുണ്ട്. മനോജ് ഇതുവരെ വന്നില്ല. മനോജ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വേണ്ടി ഇത് ആരാന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതും കണ്ട് പിന്നെ ഞാൻ കണ്ടില്ല. പിന്നെ ആൾ പോയി തോന്നുന്നു. ഹാപ്പി ആവും ഡിയർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്രയേ ഉള്ളൂ. നമ്മളത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മളത് എന്താ പറയുക, അതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ തുടങ്ങും. സവാദ് നമസ്കാരം പറയും നമ്മുടെ മധു. സവാദ് എത്തിയിട്ടില്ല മധുവേ. താങ്ക് യു എന്ന് പറയുന്നത് നമ്മുടെ ഷൈനി മോള്. താങ്ക് യു ഒന്നും പറയണ്ടോ. നമ്മൾ ഈ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം ഉണ്ടെന്ന്
അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും സന്തോഷമായിട്ടിരിക്കും. ഈ ഉണ്ടക്കണ്ണിക്ക് ആരും വർക്ക് കൊടുക്കില്ല, കാരണം തിന്നാൻ കൊടുക്കാൻ കഴിയില്ല. അതുമല്ല, തിന്നാൻ മാത്രമേ സമയം ഉണ്ടാവൂ, അതുകൊണ്ടാണ്. സത്യം. ഈ ഇസ്മുന് ഇതൊക്കെ എങ്ങനെ അറിയാലേ? വെരി വെരി കറക്റ്റാണല്ലോ ഇസ്മു പറയുന്ന കാര്യങ്ങളൊക്കെ. ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. പിള്ളേർക്കൊക്കെ ഹായ് പറയ്. ഞാൻ തൃശ്ശൂരാണ് ഇപ്പോൾ, നാട്ടിലുണ്ട്. നെക്സ്റ്റ് വീക്ക് ദുബായിൽ പോകുമെന്ന് ശിവദാസ് പറയുന്നുണ്ട്. ആരോടാണ് പറഞ്ഞേ? എനിക്കിതറിയാം. എന്തായാലും ഇത് ആരോടാ പറഞ്ഞേ? മെഫ്സ് അശ്വതി എന്നാക്കിയാലോ? മെഫ്സ് മാറ്റി. ദൈവമേ മല്ലു, എനിക്ക് എൻ്റെ മെഫ്സ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് മതി എനിക്ക്. അശ്വതി ആയിട്ടിരിക്കട്ടെ, ഞാൻ മെഫ്സ് ആയിട്ടിരിക്കട്ടെ, അതല്ലേ നല്ലത്. ഇസ്മു കഴിച്ചോന്ന് ചോദിക്കുന്ന ആമീസ്. ഓക്കെ പറയുന്നു നമ്മുടെ ജോൺസൺ ജി. ആരുടെ ലൈക്ക് ആയാലും ഫസ്റ്റ് ഞാനാണ്. ശരി ശ്രീജിത്ത് തന്നെ ഫസ്റ്റ്. അങ്ങനെ പറയാം കേട്ടോ. കുറേ പേർ തൃശ്ശൂരുണ്ട് ചേച്ചി, അതാണ് പറഞ്ഞത്. തൃശ്ശൂർ ഇതേ ശ്രീജിത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആത്മൂനൊക്കെ ഏകദേശമൊക്കെ അവിടെ ആത്മൂനൊക്കെ അറിയുമെന്നാണ് പറഞ്ഞത്. അറിയുമെന്ന് വെച്ചാൽ ആ ഒരു ഭാഗമൊക്കെ ചോദിക്കേണ്ടായിരുന്നില്ലേ ശ്രീജിത്തെ? അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഈ ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ സ്കൂളിലാണ് ശ്രീജിത്ത് വർക്ക് ചെയ്യുന്നത്. ഇർഫാൻ, ടുഡേ നോ സോങ് ഫോർ മീന. ഇർഫാൻ, വാട്ട് സോങ് ഫോർ യു? तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहा जाए हम, तेरी बाहों में मर जाए हम, तुझे देखा तो ये जाना सनम. It's for you, ഇർഫാൻ. ഗുഡ് നൈറ്റ് ബസ്സേ. പോവാനാണ് റിച്ചു? ഉറക്കം വരുന്നുണ്ടോ? ഇന്ന് റെസ്റ്റ് എടുക്കൂ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. പച്ചത്തത്ത എന്ന് പറയുന്ന നിങ്ങളുടെ നാട് ഏതാണ്? ഞാൻ തൃശ്ശൂർ ജില്ല ചാലക്കുടിക്കാരിയാണ്. ഇപ്പോൾ ഞങ്ങൾ എറണാകുളത്താണ്. സോങ് സൂപ്പറാണെന്ന് ബിസ്മി. താങ്ക് യു ബിസ്മി. ഹുമൈദ് ഹായ് പറയുന്നുണ്ട്. ഹായ് ഹുമൈദേ. റിച്ചു ഹായ് പറയുന്നു. അമീസ് സവാദ് ഫുഡ് കഴിച്ചു എന്ന് മതി ചോദിക്കുന്നുണ്ട്. ആമീ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം തുണ്ടിൽ തണ്ടിലാണല്ലേ, രാഗം തണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാനിൻ ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കും നാടി. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു വിഷ്ണു, ഇത് ഈ മംഗ്ലീഷ് ആയതുകൊണ്ട് ഇത് മനസ്സിലാക്കി വന്ന് ഞാൻ ഈ വരികൾ ചേർത്തെടുക്കുമ്പോഴത്തേനും ഭയങ്കര കഷ്ടമാണ്. അതൊന്നും മലയാളത്തിലോട്ടൊക്കെ അയച്ചൂടെ? പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം തണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാനേ തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കും തൂഞ്ഞാലാടി, പാടൂ നാട്ടുമൈനെ. താഴേക്ക് പോകും. എന്തായാലും നല്ല പാട്ടൊക്കെയാണ്. പക്ഷേ ഈ മലയാളത്തിലല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ മനസ്സിലാക്കി എടുത്ത് വരുമ്പോഴത്തേനും ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. താങ്ക് യു എൻ്റെ ഫാദറിന്. താങ്ക് യു സോ മച്ച്. മന്ദാരം ഇവിടെ എത്തിയില്ലോ ചായയായിട്ട്. മന്ദാരം ഈ സമയത്ത് ചായയാണ് കുടിക്കണേ? ചായയാണ് ഈ സമയത്ത് കുടിക്കണേ? 12 കിലോമീറ്റർ ഞാനും ആത്മവും തമ്മിൽ. ശിവദാസ് കേട്ടോ, ആത്മൂൻ്റെ അവിടുന്ന് 12 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് കേട്ടോ. ശ്രീജിത്ത് ബ്രോ അഡ്രസ്സ് പറയുമോ? ഞാൻ വരാം എന്ന് പറയുന്നുണ്ട്. ശ്രീജിത്തെ ഒന്ന് ശിവദാസിൻ്റെ നമ്പർ ഒന്ന് കൊടുക്ക്. ശിവദാസ് എന്തായാലും തീർച്ചയായിട്ടും വരും കേട്ടോ, തീർച്ചയായിട്ടും വരും. ഹിന്ദി പാട്ട് 2 വരി മാത്രമേ അറിയുള്ളൂ. എസ് രാജേഷ്. ഇവിടെ പച്ച എന്നാണ് പറയുന്നത്. പച്ചക്കാള. അത് ഞാൻ കേട്ടിട്ടുണ്ട്, പച്ചക്കാള എന്ന് കേട്ടിട്ടുണ്ട്. പുൽച്ചാടി അല്ലല്ലോ അല്ലേ, അത് വേറെ. ശിവദാസ് ചേട്ടാ, എൻ്റെ നമ്പറാണ്, വിളിച്ച ലൊക്കേഷൻ ഇട്ട് തരാമെന്ന് പറയുന്നുണ്ട്. ശിവദാസ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യണേ, എന്നിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. വെരി വെരി താങ്ക്സ്. നൈസ് സോങ് ഇർഫാൻ. താങ്ക് യു. ഇത് പൊളിയാണ്, ഇത് മതി. കോപ്പി റൈറ്റ്കാർ പൊക്കും, സീനാക്കും. ആടാ, നീ എന്നെ പൊക്കിക്കാനും എന്നെ കോപ്പി റൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നീ അപ്പം എനിക്കിതൊക്കെ ചെയ്തു തരണേ.
പ്രതാപൻ ഹായ് പറയുന്നുണ്ട്. മന്ദാരം മൈ ലൈക്ക്. ഓക്കെ, താങ്ക് യു മന്ദാരം, ഒരുപാട് സന്തോഷം. ലതാ ഹായ് ഹായ്. എന്തുണ്ട്, സുഖാണോ? പനിക്കാരനൊക്കെ എന്ത് പറയുന്നു? പനിക്കാരൻ്റെ പനിയൊക്കെ മാറിയോ? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെ അന്വേഷണം പറയട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ രണ്ടുപേരും? പ്രായം ഉള്ളിൽ പ്രേമം നൽകിയത് പാട്ട് പാടിയെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ. കാമുകിയുടെ അച്ഛൻ പിടിച്ച തല്ലി. അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പാടാൻ ആര് പറഞ്ഞേ? അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പാടിയിട്ടല്ലേ? അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പാടാനായിട്ട് ആരാ പറഞ്ഞേ? അവിടെ എങ്ങനെ ശ്രീജിത്ത് ഹെൽപ്പൊക്കെ ആക്സെപ്റ്റ് ചെയ്യുമോ? അത് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിരുന്നു ശിവദാസെ. ശ്രീജിത്തായിട്ട് പറഞ്ഞല്ല, ഇങ്ങനെ ഓട്ടിസം ബാധിച്ച പിള്ളേർക്ക് വേണ്ടിയിട്ട് അവരൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം വാങ്ങിച്ചിട്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ആ സ്കൂളിലെ പിള്ളേർക്ക് അതൊരു ഗുണമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഹെഡ് മിസ്ട്രസ്സായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഇതും ശ്രീജിത്ത് പറഞ്ഞു തരും. അപ്പോൾ ആ ഹെഡ് മിസ്ട്രസിനെ കണ്ട് ആ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്താൽ അത് വലിയൊരു ഉപകാരമാണ്. ശിവദാസെ, താങ്ക് യു സോ മച്ച്, നല്ല മനസ്സിൽ ഒരുപാട് നന്ദി. എന്തായാലും ശ്രീജിത്തിനെ കോൺടാക്ട് ചെയ്താൽ ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഒന്ന് അത് ആ മനസ്സിൽ നന്ദി കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം, അറിയാതെ ഉരുകുമൻ. അയ്യോ, അത് കുറേ താഴ്ന്നു പോയി. അതിൻ്റെ ബാക്കി വരികൾ കൊണ്ട് ഡീല് ഒന്നുകൂടി അങ്ങോട്ട് ഹൈപ്പ് ചെയ്ത് പാടാം. ഈ സോങ് ഒന്ന് പാടുമോ? എൻ്റെ പേര് പെപ്സഡ ഉണ്ടകണി, ഞാൻ താനേ ഗുണ്ടുമണി, ഞാൻ താനേ ഞാൻ താനേ ഞാൻ താനേ നന്നാനാന നീതാനേ നീതാനേ എന്നെഞ്ചം ലലലാ. അതിൻ്റെ പാരഡിയാണോ ഇസ്മു ഉണ്ടാക്കിയേ? ഒരു അബദ്ധം ആർക്കും പറ്റില്ലേ? അത് പറ്റൂ രാജേഷേ, ഒരു അബദ്ധമേ പറ്റാവൂ കേട്ടോ. എപ്പോഴും അബദ്ധം പറ്റാൻ പാടില്ല. റിച്ചു ഹായ്, റിച്ചു ആണ്. യെസ് റിച്ചു, ലൈവിലേക്ക് സ്വാഗതം. എനിക്ക് ഒരുപാടുണ്ട് സപ്ലൈ, എനിക്ക് നല്ല കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് നല്ല സബ്സ്ക്രൈബിന് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. നാളെ എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണോ? എന്ത് മനസ്സിലായില്ല റിച്ചു. എനിക്ക് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. എന്തായാലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആ വാക്ക് എനിക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. റിച്ചു എന്താണ് ആഗ്രഹിക്കണേ അതുപോലെ എന്തായാലും കിട്ടട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ചേച്ചി, ഒരു നാരങ്ങച്ചാർ, പച്ചടി, പയർ തോരൻ, അയില ഫ്രൈ, ചമ്മന്തി. ഓഫ് എടാ, നീ ഇങ്ങനെ കൊതിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് എനിക്കറിയാം. പക്ഷെ എന്നാലും അത് കേൾക്കാനൊരു രസമുണ്ട്. അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഓഫ് എന്താ. സോറി, ഞാൻ നോക്കാം ചേച്ചി. ഓക്കെ ശിവദാസേ, എന്ത് ഹെൽപ്പ് സ്വീകരിക്കുന്നു ശ്രീജിത്ത് പറയുന്നുണ്ട്. ശിവദാസ് ആളുടെ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോട്ടോ. IQ ലെവൽ കുറവാണ്, സ്ക്രൈബ് വേണം, മിസ് യു. ഒന്നും മനസ്സിലായില്ല. സ്ക്രൈബ് വേണം, IQ ലെവൽ കുറവാണ്. സോ अरे मैडम, तू तो हमको पसंद हो गया, तुमसे तो शादी करने का विचार है, बोलो तैयार हैं? मैम तैयार नहीं हूँ भैया, मैं तैयार नहीं हूँ. ട്രസ്റ്റിൻ്റെ കീഴിലാണോ എന്ന് ചോദിക്കുന്നു ശിവദാസ് കേട്ടോ. ഹലോ നമസ്തേ ചേച്ചി, ചബ്ബി സിസ്റ്റർ. ചേച്ചി അല്ല കേട്ടോ, ചബ്ബി സിസ്റ്ററാണ് വിജുവിന്. രാധേ രാധേ, വെൽക്കം. മലയാള സിനിമയുടെ അടുത്ത ചിത്രം. അല്ലേ വേണ്ടട്ടാ, വെറുതെ. മെഫെ സുഖം തന്നെയല്ലേ? ഭക്ഷണം കഴിച്ചോ? എന്തുണ്ട്, സുഖാണോ? നമ്മളൊക്കെ മറന്നോ? എന്തുണ്ട് വിശേഷമൊക്കെ? രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നോ? പ്രൊഡക്ട്സ് പ്രൊമോഷൻ പറ്റുമോ വീഡിയോസ് നിൽക്കുന്നുണ്ട്. പ്രൊഡക്ട്സ് പ്രൊമോഷൻ പറ്റൂലോ. നമുക്ക് ഇങ്ങനെ ഈ കൊളാബ് പോലെയൊക്കെ ചെയ്ത് ആൾക്കാർ തരും. പ്രൊഡക്ട്സുകൾ അയച്ചു തന്നിട്ട് അത് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വീഡിയോസിലൊക്കെ പറ്റാറുണ്ട്. ചോർ ബൈച്ച ഏച്ചി, കറി എന്ത്? കർണാടക മേൻ ചോർ ബൈച്ചു. ഇന്ന് കറി എന്തായിരുന്നു?
ഉച്ചയ്ക്ക് സാമ്പാറായിരുന്നു, സാമ്പാർ കറി. ജയന്തേട്ടാ ഇന്നലെ ഉറങ്ങിപ്പോയി നന്നായി. ഞാൻ ഇന്നലെ ലൈവ് ചെയ്തില്ല. ലൈക്ക് ഡൺ അക്ക, താങ്ക് യു വിജു. സാപ്പിട്ടിയാന്നല്ലല്ലോ, ഊട്ടമടിയായിത്താ വിജു. എന്നും ഉറങ്ങി പെട്ടെന്ന് എണീറ്റപ്പോൾ ലൈവിൽ കയറിയതാണ്. ജയന്തേട്ടാ നന്നായി. എന്തായാലും ഒരു ഉറക്കം കഴിഞ്ഞുകൊണ്ട് കുറച്ച് സമയം ഇനി കിട്ടും. ഇന്നത്തെ പ്രെയർ, നാളത്തെ ലൈഫ്. യെസ് രാജേഷ്, അത് എപ്പോഴും ഉള്ളിൽ ഓർമ്മ വേണം. നന്നായിട്ട് പ്രെയർ ചെയ്യൂ. ആ പ്രെയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? പ്രെയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊന്ന് രാജേഷ് പറഞ്ഞേ. എന്തിനാണ് നമ്മൾ പ്രെയർ ചെയ്യണേ? എന്തിനു വേണ്ടി പ്രെയർ ചെയ്യുന്നു? എന്താണ് പ്രെയർ ഒന്ന് പറഞ്ഞേ. ഒരു പാട്ട് പറ്റൂ, പിന്നെയും പിന്നെയും ആരോഗ്യത്തിന് വേണ്ടി. അത് നമുക്കൊന്ന് ശ്രമിക്കാം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോ നിലാവിൻ്റെ മൂളുന്ന മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. താങ്ക് യു ശ്രീജിത്തെ. മഴക്കാർ പോയോന്ന് ആമീസ്. അവിടെ മഞ്ജുവിൻ്റെ ലൈവ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഓടിയെടുക്കായിരിക്കും. എന്താ ലൈവ് ക്ലിയർ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ക്ലിയർ ഇല്ലേ ലൈവ്? ഞാൻ 2 ഇതിട്ടിട്ടുണ്ട്, രണ്ടും ഓണാണ്. എന്താണ് ക്ലിയർ ഇല്ല, കുറവൊന്നും എനിക്കറിയില്ല. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. കുവൈറ്റ് ബഡീസ് ഹായ്, ലൈവിലേക്ക് സ്വാഗതം. സബ്ബാക്കി കമൻ്റ് ഇട്, തിരിച്ച് സബ്ബാക്കും. കുവൈറ്റ് ബഡീസ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. എല്ലാവരും ആ ചാനൽ ഒന്ന് കയറി കാണാം, സപ്പോർട്ട് ചെയ്യണേ. പപ്പയുടെ ബർത്ത്ഡേ വിഷ് കണ്ടു. താങ്ക് യു ജയന്തേട്ടാ, ഒരുപാട് സന്തോഷം. മാക്രി ഓഫർ കയറ്റി നോക്ക് ബ്രോ എന്ന് പറയുന്നുണ്ട്. ഓഫർ കയറ്റിയാൽ ഇതാവോ? ഞാൻ 1 മിനിറ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കയറട്ടെ കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ട് കയറട്ടെ. 1 മിനിറ്റ് ഇതൊന്ന് വായിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ എല്ലാവരും പോവും. ടുഡേ വാച്ച് യുവർ ഡാഡ് ബർത്ത്डे वीडियो, वेरी नाइस वीडियो सिस्टर. थैंक यू विजू, थैंक यू सो मच सिस्टर. आपको कोई प्रपोज कर रहे हैं? हाँ मुझे मालूम, हिंदी मालूम थोड़ा थोड़ा विजू. ട്രസ്റ്റിൽ സ്കൂൾ മാത്രം ബാക്കി, 3 സ്തംഭനം അല്ല എന്ന് പറയുന്നുണ്ട്. സ്കൂൾ മാത്രം ബാക്കി, ഇതല്ല ട്രസ്റ്റിൻ്റെ അല്ല, സ്കൂൾ മാത്രം എന്ന് ശ്രീജിത്ത് പറയുന്നുണ്ട്. ശിവദാസെ. മല്ലു ഹായ് പറയുന്നുണ്ട്. ജോലിയിലാണ് സഞ്ജു ഇത് നോക്കിക്കേ, ഇത് ക്ലിയർ കുറവുണ്ടാവും പറഞ്ഞേ. ഇത് വീഡിയോസിന് എന്തെങ്കിലും ക്ലിയർ കുറവ്? എനിക്കിങ്ങനെ കാണുമ്പോൾ ഒന്നും കാണുന്നില്ല. ക്ലിയർ എന്തെങ്കിലും കുറവുണ്ടാവും വീഡിയോസിന്? ഐ ലവ് യു വെരി മച്ച്. തുമാരാ മക്ഷാത്തി കരോ കമീനെ, മക്ഷത് കരോ കമീനെ എന്ന് ഇസ്മു പറയുന്നുണ്ട്. ആ മറ്റവനുള്ള മറുപടി ആയിരിക്കും. ജോൺസൺ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഹൗ ക്യാൻ യു ഡു? എന്ത് പ്രൊഡക്ട്സ് ആണ്, എങ്ങനെയാണ് ഉദ്ദേശിക്കണതെന്ന് പറയുമോ? ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് യാസർ താങ്ക് യു സോ മച്ച്. എന്താണ് സന്തോഷമായിട്ടിരിക്കും. പ്രയർ എന്നാൽ പ്രാർത്ഥന. പ്രയർ അതല്ല, ഞാൻ രാജേഷിനോടാണ് ഞാൻ ചോദിച്ചത്. രാജേഷ് ഉത്തരം പറയട്ടെ. രാജേഷ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. രാജേഷിനോടാണ് ഞാൻ ചോദിച്ചത്. രാജേഷ് പറയട്ടെ മറുപടി. ഹാ ಊಟಾಯ್ತಕ್ಕ, ನಿಮ್ಮ ಊಟಾಯ್ತು. നൈസ് സൗണ്ട് എന്ന് ബജ്ജി. താങ്ക് യു. സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ. അതൊക്കെ അറിയാം. സോനാരേൻ്റെ എന്താണ് പറയുക, മറ്റേ വരികളാണ് ശരിക്കുള്ളത്. വിനോദ് ഹായ് പറയുന്നുണ്ട്. ഹായ് വിനോദ്, ലൈവിലേക്ക് സ്വാഗതം. അബി ട്രോൾ ഹായ് ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹായ് അബി. പ്രയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവും ഒന്നാവുക എന്നാണ് പ്രയർ. ഈ ദൈവത്തിനോട് പ്രയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയും. അവിടെ ഇരുന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഐ ലവ് യു വെരി മച്ച് എന്ന് ബജി പറയുന്നുണ്ട്. ചേച്ചി മുത്താണ് കേട്ടോ എന്ന് പറയുന്നു നമ്മുടെ റിച്ചു. പൊമ്പിളങ്ക കാതല് താൻ നമ്പിയാൽ നൊന്തു മനം വെമ്പി വിടാതെ പൊണ്ണാലെ കാവി കെട്ടി നടന്നവർ ഉണ്ട്, ഇங்கே ആൺകലാലെ കാവി കെട്ടി നടന്നവർ ഉണ്ടോ? മൈ ഫാദർ, ഇത് എന്തൊക്കെയാണ് മൈ ഫാദറെ പറയണേ? കുഴപ്പം തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും ക്ലിയർ ഉണ്ടോ?
അപ്പോൾ ക്ലിയർ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ്. ലൈവ് ഓക്കെ ആണല്ലോ. മൊത്തം വല വല വല. വലയോ? എന്ത് വല? മൊത്തം വല വല. എന്തു പറ്റി? ഇന്നും ദേഷ്യത്തിലാണല്ലോ വന്നേക്കണേ. ഈ കഴിഞ്ഞ ദിവസം ദേഷ്യപ്പെടാൻ പറ്റാത്തതിൻ്റെ എല്ലാ ദേഷ്യം കൂടി ഒരുമിച്ചെടുത്തിട്ട് ആ ദേഷ്യമൊക്കെ കൂടി ചേർത്ത് വന്നത് എന്താണോ? ഇവൻ ജനിച്ചേക്ക്